നമസ്കാരം. ജാതക കഥകളിലെ 92ാമത്തെ കഥ നരകത്തിലും വേണ്ടാത്ത രാജാവ്. ഒരിക്കൽ മഹാപിംഗളൻ എന്നൊരു രാജാവ് വാരണാസി ഭരിച്ചിരുന്നു. ക്രൂരനും സ്വാർത്ഥിയുമായിരുന്നു അയാൾ. പ്രജകളോടെന്നല്ല, സ്വന്തം ഭാര്യയോടും മക്കളോടും പോലും അയാൾക്ക് സ്നേഹമുണ്ടായിരുന്നില്ല. കാരുണ്യത്തിൻ്റെ കണിക പോലും ഇല്ലാതിരുന്ന അയാൾ പ്രജകളെ ക്രൂരമായി ശിക്ഷിച്ചു. കഠിനമായ നികുതികൾ ഏർപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു. എല്ലാവരും രാജാവിനെ കൊണ്ട് പൊറുതിമുട്ടി. ആ രാജാവിൻ്റെ മകനായി ബോധിസത്വൻ ജനിച്ചു. അച്ഛനെ പോലെ ആയിരുന്നില്ല മകൻ. സൽസ്വഭാവിയായി വളർന്നു. കാലം കുറേ കഴിഞ്ഞു. മഹാപിംഗളൻ മരിച്ചു. അതറിഞ്ഞ് പ്രജകളെല്ലാം മനം മറന്ന് സന്തോഷിച്ചു. അവർ 1000 വണ്ടി വിറക് കൊണ്ടുവന്നു രാജാവിനെ ദഹിപ്പിച്ചു. ചിതയിലെ ചാരം 1000 കുടം വെള്ളത്തിൽ കഴുകി നദിയിലൊഴുക്കി. രാജാവിൻ്റെ ഒരു പൊടി പോലും നാട്ടിലെങ്ങും കിടക്കരുതെന്ന് അവർ ആഗ്രഹിച്ചു. ഉടൻ തന്നെ ബോധിസത്വനെ രാജാവായി അഭിഷേകം ചെയ്തു. ജനങ്ങൾ സന്തോഷം കൊണ്ട് ഒരു ഉത്സവം തന്നെ ആഘോഷിച്ചു. വീടുകളെല്ലാം അലങ്കരിച്ചു. ദീപങ്ങൾ കൊളുത്തി. പണമുള്ളവരെല്ലാം സദ്യ ഒരുക്കി. ദാനധർമ്മങ്ങൾ നടത്തി. രാജാവായ ഉടനെ ജനങ്ങളുടെ ഈ ഉത്സാഹം കണ്ട് ബോധിസത്വൻ നാട് കാണാൻ ഇറങ്ങി. എവിടെയും സന്തോഷിക്കുന്ന ജനങ്ങൾ, എല്ലായിടത്തും ചിരിക്കുന്ന മുഖങ്ങൾ മാത്രം. ഇതെല്ലാം കണ്ട് സന്തുഷ്ടനായി നടന്ന് ബോധിസത്വൻ കോട്ടവാതിലിലെത്തി. അവിടെ കാവൽക്കാരൻ മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് ബോധിസത്വൻ ചോദിച്ചു, നാട്ടിലെല്ലാവരും സന്തോഷത്തിലാണല്ലോ കാവൽക്കാരാ, നീ മാത്രം എന്തിനാണ് കരയുന്നത്? മരിച്ച രാജാവിനെ അത്രയ്ക്കിഷ്ടമായിരുന്നു നിനക്ക്? അല്ലേ അല്ല, കാവൽക്കാരൻ പറഞ്ഞു. പിന്നെ എന്തിനാണ് നീ കരയുന്നത്? പ്രഭോ, അങ്ങയുടെ അച്ഛൻ മരിച്ചതിൻ്റെ ദുഃഖം കൊണ്ടല്ല ഞാൻ കരയുന്നത്. അദ്ദേഹം ഈ കോട്ടവാതിലിൽ കൂടി വരുമ്പോഴും പോകുമ്പോഴും എല്ലാം എൻ്റെ തലയിൽ ചെങ്കോല് കൊണ്ട് ആഞ്ഞടിക്കുമായിരുന്നു. 1ഉം 2ഉമല്ല, കൊല്ലൻ്റെ കൂടം കൊണ്ടുള്ളതുപോലെയുള്ള 8 അടി. അതിൽ നിന്ന് നീ എന്നേക്കുമായി രക്ഷപ്പെട്ടല്ലോ, പിന്നെന്തിനാണ് കരയുന്നത്? ബോധിസത്വൻ ചോദിച്ചു. കാവൽക്കാരൻ പറഞ്ഞു, എൻ്റെ പേടി മരിച്ച രാജാവ് കാലൻ്റെ നഗരത്തിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ കാവൽക്കാരനെയും എന്നെ തല്ലിയതുപോലെ തല്ലുമെന്നാണ്. അങ്ങനെ ചെയ്താൽ അവർ അദ്ദേഹത്തെ അവിടേക്ക് കടത്തുകയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വന്നാലോ എന്ന് പേടിച്ചാണ് ഞാൻ കരയുന്നത്. ഇത് കേട്ട ബോധിസത്വൻ കാവൽക്കാരനെ ആശ്വസിപ്പിച്ചു. അച്ഛൻ്റെ ജഡം 1000 വണ്ടി വിറകിലാണ് ദഹിപ്പിച്ചത്. 1000 കുടം വെള്ളത്തിലാണ് ആ ചിതയിലെ ചാരം കഴുകി നദിയിലൊഴുക്കിയത്. അതുകൊണ്ട് ഇനി ഒരിക്കലും അദ്ദേഹം തിരിച്ചു വരില്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു കാലത്തും ഞാൻ അച്ഛനെ പോലെ ക്രൂരനായി പെരുമാറുകയില്ല. നീ ധൈര്യമായിരുന്നോളൂ. നന്ദി.